പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയ്ക്ക് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് മീഡിയക്കാർ പുറത്തേക്ക് എത്തുകയാണ് കേട്ടോ. ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നയന അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ബൊക്കെ കൊടുത്തൊക്കെ സ്വീകരിക്കുന്നുണ്ട്. തുടർന്ന് ഇൻ്റർവ്യൂ ആരംഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചുറ്റിനും നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നയന. ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ എന്ന അവാർഡ് മേടിച്ചിരിക്കുന്നത് ഇത്തവണ നയന എന്ന് പറയുന്ന ഒരു കുടുംബിനിയാണ്. ഒരു കുടുംബിനിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ആ അവാർഡ് മേടിച്ചിരിക്കുന്ന നയനയാണ്. അവർക്ക് അവാർഡ് കിട്ടാനുണ്ടായ കാരണങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നതെന്ന് പറഞ്ഞിട്ട് നയന പറയൂ, എങ്ങനെയാണ് ഒരു കുടുംബിനിയായിട്ട് വീട്ടുജോലികൾ ചെയ്യുകയും പിന്നെ ഈ ഡിസൈൻസും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് കേട്ട നയന പറയുന്നുണ്ടോ, പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ശക്തിയായിട്ടുള്ള ആൾക്കാരെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം പെണ്ണുങ്ങളെ കൊണ്ട് പല ജോലികളും ചെയ്യാൻ വേണ്ടി പറ്റും. മൾട്ടി ടാസ്കിങ് എന്നത് എൻ്റെ രക്തത്തിലേ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു വലിയൊരു കാര്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. വീട്ടുജോലികളും ചെയ്യും, ടൈം കിട്ടുന്ന സമയത്ത് ഡിസൈനിങ്ങും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിനെക്കുറിച്ച് നിങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ജനിച്ച വീട്ടിലാണെങ്കിലും ശരി, ഞാൻ കയറി വന്നിരിക്കുന്ന വീട്ടിലാണെങ്കിലും ശരി, രണ്ട് വീട്ടിൽ നിന്നും എനിക്ക് കിട്ടിയ സപ്പോർട്ടും അംഗീകാരം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാനുള്ള കാരണം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടോ, അതിനൊക്കെ നയന ആൻസർ പറയുന്നുണ്ട്. ലാസ്റ്റായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നേരോടെയും വെടിപ്പോടെയും കംപ്ലീഷനോട് കൂടിയിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത്. എനിക്കങ്ങനെ വലിയ ലോകമൊന്നുമില്ല. താങ്ക് യു നയന, നിങ്ങൾ തന്നിരിക്കുന്ന ഈ ഇൻ്റർവ്യൂ പെണ്ണുങ്ങൾക്കൊരു പ്രചോദനമാവോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല എന്ന് പറയുന്നുണ്ട്. താങ്ക്സ് പറഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ള കാര്യം പറയണം കേട്ടോ. അങ്ങനെ മീഡിയക്കാർ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ കുട്ടിക്കല്ലേ അവാർഡ് കിട്ടിയിരിക്കുന്നത്, എല്ലാവരും മസിൽ പിടിക്കാതെ ചിരിക്കാൻ വേണ്ടി എന്നുള്ള കാര്യം. അതിനിടയ്ക്ക് ജയം നോക്കുന്ന സമയത്ത് മസിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ദേവയാനി. നിനക്കൊന്ന് ചിരിച്ചൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചിരിക്കുന്നതിന് എനിക്ക് എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ചാനലുകാർ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ആദർശിൻ്റെ അടുത്ത് ആ ചാനലിൽ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആ കുട്ടി പറയുന്നുണ്ട് കേട്ടോ, സാറ് കാരണമാണല്ലോ നയന മാഡത്തിന് ഇത്രയും വലിയൊരു പൊസിഷനിൽ വേണ്ടി നിൽക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് സാറിൻ്റെ സപ്പോർട്ടും ഇതൊക്കെ എപ്പോഴും നയന മാഡത്തിന് വേണം. താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുന്ന അവരൊക്കെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നയന ആദർശിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നയന പോകുന്ന സമയത്ത് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത്, നയനയെ ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഇതുവരെ അവൾക്ക് ഞാനൊരു അംഗീകാരം കൊടുത്തിട്ടില്ല, എന്തായാലും അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നയന എന്ന് പറഞ്ഞിട്ട് പോകുന്ന നയനയെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ട്. നയന താങ്ക് യു പറയാണ്. എല്ലാവരും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞതിന് ശേഷമാണ് ആദർശേട്ടൻ പറയുന്നതെന്നുള്ള കാര്യം പറയുമ്പം എല്ലാവരും നിന്നെ നന്നായിട്ട് പുകഴ്ത്തിയല്ലോ, ഞാൻ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല, നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ കമ്പനിക്ക് ഇതുവരെ ഇങ്ങനൊരു കാര്യം ലഭിച്ചിട്ടില്ല. ആദ്യമായിട്ട് നീ തന്നെ ആ അവാർഡ് മേടിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ മറുവശത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി ആദ്യം കാണുന്നുണ്ട് കേട്ടോ. ആദർശ് നയനയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടല്ലോ, നമ്മുടെ പേരക്കുട്ടി നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധ ആദർശിൻ്റെയും നയനയുടെയും ഭാഗത്തേക്ക് ആവുകയാണ് കേട്ടോ. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയാൻ വേണ്ടിയിട്ട് കൈ പിടിച്ചവൻ അവനെ വിടാനേ തോന്നുന്നില്ല. ഇങ്ങനെ നയനയുടെ കൈ പിടിച്ചിരിക്കുന്ന ആദർശ് അവളെ ഒരിക്കലും കൈവിടരുത്, അവരെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് പറയണേ. ഇതൊന്നും ആദർശ് നയനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവർ നല്ല സന്തോഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്നും സന്തോഷത്തായിട്ട് കൂടി തന്നെ ഇരിക്കണം, അതാണ് എനിക്ക് വേണ്ടതെന്ന് മുത്തശ്ശി പറയുമ്പോൾ അതെ, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. ഇതിനെല്ലാം കാരണം കനകയാണെന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് കുഴപ്പത്തിലിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്ന ധൈര്യമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് കനക പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ആ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് രണ്ടുപേരും ഇത്ര സന്തോഷത്തിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് നാണം വരികയാണ്. അങ്ങനെ നയനയും ആദർശം കൈ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് കനകയുടെ മനസ്സിലേക്ക് ചിന്ത വരുന്നത് നയന ഗർഭിണിയായിട്ട് ആദർശ് കെയർ ചെയ്യുന്നതും ജ്യൂസ് കൊണ്ടു കൊടുക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ചിരിക്കുന്നുണ്ട്. തുടർന്ന് കനക പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഇങ്ങനെ ചിന്തയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ പറ കനകേ, അധികം വൈകാതെ നിങ്ങൾക്കൊരു പേരക്കുട്ടിയെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് പറയണേ.
അതാണോ കനകെ നീ പറയാൻ വേണ്ടി വന്നത്? ഒരുപാട് സന്തോഷം. ഈ അവാർഡൊന്നും വലിയ വിഷയമൊന്നുമല്ല, പക്ഷേ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം, അതാണ് എനിക്ക് വേണ്ടതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നയനയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ എല്ലാവരും നോക്കുന്നത്. അയ്യോ ആദർശേട്ടാ, ഇത്രയും നേരം കൈ പിടിച്ച് കുലുക്കുമല്ലേ, എല്ലാവരുടെയും ശ്രദ്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റുവാണേ. തുടർന്ന് ആദർശ് പറയുന്നുണ്ട് സോറി സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് കഴിഞ്ഞ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. നയനയ്ക്ക് അവാർഡ് കിട്ടിയെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. അനാമിക എങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അനി വിളിച്ച് പറഞ്ഞതാണെന്ന് പറയുകയാണേ. അനാമികയെ കാണാൻ വേണ്ടി കിട്ടുന്ന ഒരവസരം നീ പാഴാക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് വിളിച്ചതല്ല. അനാമിക ഏട്ടത്തേക്ക് ഗിഫ്റ്റ് കൊടുത്താൽ നന്നായിരിക്കും, വിഷും കൂടി ചെയ്താൽ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പോൾ ഓ അത്രയേ ഉള്ളൂ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനാമിക ഒരു കാര്യം ചെയ്യും, ഗിഫ്റ്റ് കൊടുത്തിട്ട് പെട്ടെന്ന് പോകാൻ നോക്ക്, അനിയുടെ അടുത്ത് സംസാരിക്കൊന്നും വേണ്ട എന്ന് പറയണേ. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര കളിയാക്കുന്ന രീതിയിലൊക്കെ അനിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അനാമിക ഗിഫ്റ്റ് കൊടുക്കുകയാണ് നയനയ്ക്ക്. ആദർശം അതുപോലെ കനകയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ചേർന്ന് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അനി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. തുടർന്ന് അനാമിക പറയുന്നുണ്ട് ഈ ഒരു ഹാപ്പി മൊമെൻ്റ് നമുക്കൊരു സെൽഫി എടുത്താലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിനെന്താ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നയനമോൾക്ക് ഒരു കണ്ണൊന്നും പറ്റരുത്, അതിന് വേണ്ടിയിട്ട് കനകയുടെ അടുത്ത് ഒഴിഞ്ഞിതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നയനമോൾക്ക് മാത്രമല്ല ഈ കുടുംബത്തിൽ ആർക്കൊന്നും പറ്റരുത് എന്ന് പറഞ്ഞിട്ട് തേങ്ങ എടുത്ത് ഒഴിഞ്ഞ് തേങ്ങ പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. തുടർന്ന് അനാമികയുടെ അടുത്ത് ചെന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം അനാമിക, ഈ കുടുംബത്തിലെ 3 മരുമക്കളും ഒരുമിച്ച് ചേർന്ന് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തെ ഒരിക്കലും ആർക്കും പിരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കേട്ടോ. എന്നാൽ ഇത് കേട്ട ജലജ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അബിയുടെ അടുത്ത് കേട്ടല്ലോടാ, ആരാലും പിരിക്കാൻ വേണ്ടി പറ്റുമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ ആണി കയറ്റി ഞാൻ കാണിച്ചു തരാടാ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് അനാമിക പറയുന്നുണ്ട് ഞാൻ പോവാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പം ആദർശ് ചെന്ന് അനി ഡ്രോപ്പ് ചെയ്തിട്ട് വാ എന്ന് പറയുകയാണേ. അയ്യോ വേണ്ട, ഞാൻ കാർ എടുത്തിട്ടാണ് വന്നത്, ഞാനിവിടുന്ന് നേരെ ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ അനാമിക മാത്രം പോയാൽ എങ്ങനെ ശരിയാവും, ഞങ്ങൾക്ക് എല്ലാവർക്കും പോകേണ്ടതെന്ന് നവ്യ ചോദിക്കുകയാണേ. അതേ കല്യാണമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് എല്ലാവർക്കും റെഡി ആവണമെന്ന് പറയുകയാണേ. ഇത് കേട്ട മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം, നയനയ്ക്ക് ഇന്ന് അവാർഡ് കിട്ടിയതല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിക്കോളൂ എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ അനാമിക ബ്യൂട്ടി പാർലറിലേക്ക് എല്ലാവരും കൂടി ചേർന്ന് പോകുന്നത് എന്തിനാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്യൂട്ടി പാർലർ വീട്ടിൽ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റിൽ ഫുഡ് ആരുണ്ടാക്കുമെന്ന് ജലജ ചോദിക്കുകയാണേ. ആ കാര്യം ആലോചിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട എന്നും ഇന്ന് ഞങ്ങൾ ആണുങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. എന്താ ആദർശി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശ നല്ല ഐഡിയ ആണെന്ന് പറയണേ. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെങ്ങനെയാണ് കഴിക്കുന്നത്, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഫുഡ് എന്ന് പറയുകയാണേ. അങ്ങനെ ആരും ഞങ്ങളെ മോശപ്പെടുത്തി പറയണ്ട, ആദർശയെ എല്ലാവരും താഴ്ത്തി കിട്ടാണ്, നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല, ഇവരെല്ലാവരും മേക്കപ്പ് ചെയ്യട്ടെ, നമുക്ക് പോയിട്ട് കിച്ചണിൽ പരിപാടി തുടങ്ങുക എന്ന് പറയണേ. ഓക്കെ മുത്തശ്ശ എന്ന് ആദർശം പറയുന്നുണ്ട്. തുടർന്ന് ബ്യൂട്ടീഷ്യൻസ് 5 പേര് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ ചെയ്യുക കാര്യം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഇവിടെ യൂത്ത് പിള്ളേർ ഇരിപ്പുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി എന്ന് പറയണേ. അങ്ങനെ ഫേഷ്യൽസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നവ്യൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ വഴിയാലെ പോവാണ് കേട്ടോ. നവ്യ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് ഓസിന് എന്ത് കിട്ടുക എന്നുള്ള കാര്യം കിട്ടിയാൽ അവൾ ചോദിച്ച് വലിയ കയറി പോകുന്ന കണ്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. തുടർന്ന് ദേവയാനി പറയുന്നത് ആരെന്താണോ ചോദിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു കൊടുക്കണമെന്നാണ്. തുടർന്ന് എല്ലാവരും ഓരോ വഴിക്ക് പോവാണ്. പക്ഷേ ജലജ മാത്രം അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എന്താ ബ്യൂട്ടീഷ്യൻസ് ഇങ്ങോട്ട് വന്നിട്ടും താങ്കൾ ഫേഷ്യലൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണേ. അങ്ങനെ കനകൻ്റെ സംസാരം കേട്ടിട്ട് നിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വായിക്ക് നല്ല വരുന്നുണ്ട്, പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നവ്യ എന്നെ വറുത്ത് പൊരിക്കും. തുടർന്ന് കനകയുടെ അടുത്ത് പറയുന്നുണ്ട് ആദ്യം കനക നീ ഫേഷ്യൽ ചെയ്തോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം എന്നുള്ള കാര്യം. അതെന്ത് പറ്റി ജലജ എന്നുള്ള കാര്യം കനക ചോദിക്കുമ്പോൾ അന്ന് ഒരു ക്രീം തേച്ചപ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ആയില്ലേ, അപ്പോൾ ആ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇത് കേട്ട കനകയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് ഇതൊക്കെ ചെറുത്, നിനക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം നീ കണ്ടോടി എന്നുള്ള കാര്യമാണ്. അങ്ങനെ കനകയ്ക്ക് അരികിലേക്ക് ബ്യൂട്ടീഷ്യൻ വരുന്ന സമയത്ത് മാഡം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണേ. എനിക്ക് പേരുവിരൽ മുതൽ ഉച്ചി വരെയുള്ള എല്ലാം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യണം എന്നുള്ള കാര്യം പറയണേ. ഓക്കെ മാഡം ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ചെല്ലുകയാണ് കേട്ടോ കനക. തുടർന്ന് നമ്മുടെ
ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇവൾമാരൊക്കെ ചെയ്യുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത് കഴിഞ്ഞ് മറുവശത്താണെന്നുണ്ടെങ്കിൽ എല്ലാ ആണുങ്ങളും കൂടി ചേർന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. നമ്മളൊന്ന് ഇങ്ങനെ നിന്നാൽ പോരാ, നമ്മൾ നല്ല ചുറുചുറുക്കോട് കൂടി നിൽക്കണമെന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഉണ്ടാക്കണം, നമുക്കൊരിക്കലും ചീത്തപ്പേര് വരാൻ പാടില്ല. തുടർന്ന് ജയൻ ഒരു ഐഡിയ പറയാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തുള്ള ഹോട്ടൽസ് എവിടേക്കാണെന്ന് നോക്കിയിട്ട് അവിടെ എന്തൊക്കെയാണോ നല്ല ഡിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. എന്നിട്ട് പുറകുവശത്തു നിന്ന് എല്ലാം മാറ്റി പാത്രത്തിലാക്കിയിട്ട് അവർക്ക് സെർവ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയണേ. ഇത് കേൾക്കുമ്പോൾ ജയൻ അനിയൻ പറയുന്നുണ്ട് നല്ല ഐഡിയ ആണ് എന്നുള്ള കാര്യം. എന്നാൽ ഇത് കേട്ട മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത്, അതിനെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യരുത്. എല്ലാ ദിവസവും നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വെച്ച് വിളമ്പി തരുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. നല്ല രീതിയിൽ വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാം നല്ല രീതിയിൽ തന്നെ വരുമെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പാണ്, നമുക്ക് തന്നെ ഉണ്ടാക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അനിയും നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അഭിയൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ എന്താണ് നീ ഒന്നും മിണ്ടാത്തതെന്നുള്ള കാര്യം ആദർശ് ചോദിക്കുകയാണ്. അത് എനിക്കും ഓക്കെ ആണെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ എല്ലാവരും പോയിട്ട് റെഡി ആയിട്ട് വരൂ, ഇങ്ങനെ പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എല്ലാവരും മുണ്ടെടുത്ത് വരാൻ വേണ്ടി പറയണം. അങ്ങനെ മുണ്ടൊക്കെ എടുത്ത് ഫുള്ള് സെറ്റപ്പായിട്ട് എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ. തുടർന്ന് എല്ലാവരും കിച്ചണിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ആദർശ് വന്നിട്ട് നയനയെ തപ്പുകയാണ്. ആദ്യം ചെന്നിട്ട് ഇതിൽ ആരാന്ന് മനസ്സിലാവുന്നില്ല, എല്ലാവരും ഫേഷ്യലൊക്കെ ചെയ്തിട്ട് കണ്ണൊക്കെ കുക്കുംബർ വെച്ചിട്ടൊക്കെ അടച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആരെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യം പോയിട്ട് അബദ്ധം പറ്റിയിട്ട് ദേവയാനിക്ക് അരികിലേക്ക് ചെല്ലുന്നത് നയന എന്ന് വിളിച്ചുകൊണ്ട് കേട്ടോ. എന്താണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് അമ്മ ഒരു ഫയൽ നയനയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുകയാണേ. നീ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തിനാണ് നിനക്ക് ഫയലെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, യു കണ്ടിന്യൂ നിങ്ങൾ ഫേഷ്യലൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നൈസായിട്ട് ആദർശ് മുങ്ങാണ്. തുടർന്ന് ലാസ്റ്റ് നയനയെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയന വയ്ക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ വേഷത്തിൽ എന്നുള്ള കാര്യം, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടല്ലേ പറ്റുള്ളൂ എന്ന് പറയുകയാണേ. ഓഹോ, അപ്പോൾ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ റെഡിയായി, ഞങ്ങൾ കഴിക്കാനെന്ന് പറയുമ്പോൾ എന്താ നീ കളിയാക്കുകയാണോ എന്നുള്ള കാര്യം ആദർശ് ചോദിക്കുന്നുണ്ട്. ഞാൻ കളിയാക്കിയതല്ല, നിങ്ങളെന്താ ഞങ്ങളെ പട്ടിണിക്കിടാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണോ എന്നുള്ള കാര്യം നയന ചോദിക്കുമ്പോൾ അല്ല, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ വീഡിയോ നോക്കി, പക്ഷെ അതിനകത്ത് ഓരോരോ സാധനങ്ങൾ എവിടേക്കാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് പറയുകയാണേ. അതാ പറയുന്നത് ഇടയ്ക്കൊക്കെ കിച്ചൻ്റെ പരിസരത്ത് കൂടെയൊക്കെ പോകണമെന്ന്, അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തന്നാൽ മതി എന്ന് പറയണേ. അതിനൊക്കെ ഒരുപാട് ചാർജ് ആവുമെന്ന് പറയുമ്പോൾ നീ വെറുതെ എന്നെ നാണം കെടുത്താനുള്ള പരിപാടി ആക്കല്ലേ, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ വിശക്കും, അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം, നിങ്ങളുടെ ഫോൺ ഇങ്ങോട്ട് തായെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യാം, ഓരോരോ കബോർഡിനകത്തും എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അത് സൂപ്പറാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന എല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയാണ്, എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ആദർശ് പോയി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ സൂപ്പർ, ഇന്ന് ഞാൻ കലക്കും എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയ്ക്ക് അരികിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്.